അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാനപ്പെട്ട സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, നമ്മളൊക്കെ ഒരു ജീവിതം ജീവിച്ചു കൊണ്ടിരിക്കുകയാണ്. കാലം മുന്നോട്ട് നമ്മളറിയാതെ തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ ദിവസങ്ങൾ ഓരോന്നോരോന്നായിട്ട് തീർന്നു കൊണ്ടിരിക്കുകയാണ്. നമ്മളൊക്കെ ജീവിക്കുമ്പോൾ ഒന്ന് ആത്മാർത്ഥമായിട്ട് നമ്മളെ പറ്റി വിചിന്തനം ചെയ്യണം. ഞാൻ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഈ ജീവിതം ഇതൊരു നശിച്ച ജീവിതമാണോ? ഞാൻ നഷ്ടക്കാരിലാണോ? ഒന്ന് ആത്മാർത്ഥമായിട്ട് നമ്മളെ തന്നെ വിലയിരുത്തണം സഹോദരന്മാരെ. അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായിട്ട് നമ്മൾക്ക് ഒരു ചെറിയ സൂറത്തുണ്ട് ഖുർആനില്. ആ സൂറത്തിനെ പറ്റി ഇമാം ഷാഫിഈ റഹ്മഹുല്ലാ പറയാറുണ്ട്, ഖുർആനിൽ ഏതെങ്കിലും ഒരൊറ്റ സൂറത്ത് മതിയാകുമായിരുന്നെങ്കിൽ ഈ ഒരു സൂറത്ത് മാത്രം മതിയാകുമായിരുന്നു. സഹാബാക്കളൊക്കെ എപ്പോഴും പരസ്പരം കണ്ടു കഴിഞ്ഞാൽ ഈ ഒരു സൂറത്ത് അങ്ങോട്ട് ഓതിക്കൊടുത്തിട്ടാണ് പിരിയാറുള്ളത്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ അവനവനെ ഓർമ്മിക്കാനും മറ്റുള്ളവരെ ഓർമ്മിപ്പിക്കാൻ വേണ്ടി മാത്രം. അതേതാണ് സൂറത്ത്? സൂറത്ത് 103-ാമത്തെ സൂറത്ത് വൽ ആസർ, സൂറത്തുൽ ആസർ എന്നുള്ള സൂറത്ത്. അള്ളാഹു അതിലൂടെ പഠിപ്പിക്കുന്ന അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വൽ ആസർ ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ ഇല്ലല്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാത്തി വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ്സബ്ർ. അല്ലാഹു സുബ്ഹാനഹു വ തആല കാലത്തെ തന്നെയാണ് എടുത്ത് സത്യം ചെയ്യുന്നത്. സഹോദരന്മാർ, എന്തെടുത്തതായിട്ട് സത്യം ചെയ്യുന്നത് ആത്മാർത്ഥമായിട്ട് ചിന്തിച്ചു നോക്ക്. സമയത്തെ പറ്റി, സെക്കൻഡ്സ്, മിനിറ്റ്, മണിക്കൂർ, ദിവസം, കൊല്ലം, ജീവിതം, കാലം തന്നെയാണ് സത്യം. തീർച്ചയായും മനുഷ്യൻ നഷ്ടത്തിൽ തന്നെയാകുന്നു. അള്ളാഹ് പറയാണ് എല്ലാവരും നഷ്ടത്തിൽ തന്നെയാണ്. ആരൊക്കെ ഒഴികെ വിശ്വസിക്കുകയും സൽക്കർമ്മം പ്രവർത്തിക്കുകയും. അവിടെയൊക്കെ നമ്മൾ മനസ്സിലാക്കണം, അള്ളാഹു എടുത്തിരിക്കുന്ന അക്ഷരം വാ ആൻഡ്. വിശ്വസിച്ചാൽ മാത്രം പോരാ, വിശ്വസിക്കുകയും പിന്നെ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ സൽക്കർമ്മം പ്രവർത്തിക്കുകയും. അവിടെയും നിർത്തിയിട്ടില്ല. സത്യം കൈക്കൊള്ളാൻ അന്യോന്യം ഉപദേശിക്കുകയും ക്ഷമ കൈക്കൊള്ളാൻ അന്യോന്യം ഉപദേശിക്കുകയും ചെയ്തവരൊഴികെ. സഹോദരന്മാരെ, നമ്മൾ ഓരോരുത്തരും ആത്മാർത്ഥമായിട്ട് നമ്മളെ ജീവിതത്തിലേക്ക് ഒന്ന് ചിന്തിച്ചു നോക്കുക. നമ്മളൊക്കെ ഒരു നിർവൃതിയിൽ ഇങ്ങനെ ഉൾക്കൊണ്ട് ഇങ്ങനെ ജീവിക്കുക. എന്താ ഒരൊറ്റൊരു ആശ്വാസം? എന്താ നമുക്കൊക്കെ? വിശ്വാസമുണ്ട് കേട്ടോ. വളരെ എളുപ്പമാണ്, നിസാരമാണ് വിശ്വസിക്കുക എന്നുള്ളത്. അള്ളാഹു ഏകനാണ് എന്നുള്ളത് വിശ്വാസം. അത് നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിൽ അത് ഹക്കാണ്. അള്ളാഹു അദൃശ്യനാണ്, എളുപ്പമാണ് അത് പറയാൻ. അത് മതിയോ സഹോദരന്മാരെ? പോരാ, അള്ളാഹുവിനോട് മാത്രമേ വിളിച്ച് പ്രാർത്ഥിക്കാൻ പാടുള്ളൂ. അതും മതിയോ? ഇതൊക്കെ നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. പോരാ, അള്ളാഹുവിനോട് ഒരുപാട് സ്നേഹം, അള്ളാഹുവിന് ഒരുപാട് ഭയം, അള്ളാഹു തവക്കുൽ ചെയ്ത് ജീവിക്കണം. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് എന്ത് വേണം? സൽക്കർമ്മങ്ങൾ ഉണ്ടാകണം. അതൊക്കെ ചിലപ്പോൾ നമ്മൾക്ക് ഉണ്ടായേക്കാം. നമ്മളൊക്കെ കേൾക്കുന്ന വ്യക്തികളൊക്കെ 5 നേരം കൃത്യമായി നമസ്കരിക്കുന്നുണ്ടാകാം, 2.5% സക്കാത്ത് കൊടുക്കുന്നു, റംസാനിൽ എല്ലാവരും നോമ്പ് നോക്കുന്നു, പിന്നെ ഹജ്ജ് ചെയ്യാന്ന് പറഞ്ഞൊരു സമൂഹത്തിന്റെ മധ്യ എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എനിക്കും ഒന്ന് ഹജ്ജ് ചെയ്യണം. തീർച്ചയായിട്ടും ചെയ്യുന്നുണ്ടാകാം. അവിടെ വെച്ച് നിർത്തിയില്ല. നമ്മൾ നല്ലോണം പഠിക്കുന്ന സഹോദരന്മാരെ, അവിടെ വെച്ച് നിർത്തിയിട്ടില്ല. അള്ളാഹ് പറഞ്ഞതാ, പരസ്പരം സത്യം കൊണ്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ഉപദേശിച്ചു കൊണ്ടേയിരിക്കണം. അള്ളാഹു നമ്മൾക്ക് നൽകിയ അമൂല്യമായ ഒരു സമ്പത്താണ് ഹിദായത്ത്. ഈ ഹിദായത്ത് കിട്ടിക്കഴിഞ്ഞാൽ, അതിന്റെ മാധുര്യം അനുഭവിച്ചാല് പിന്നെ നമ്മൾക്ക് വലിയ ആഗ്രഹം ഉണ്ടാവും. അള്ളാഹു ഇതേപോലെ എല്ലാവർക്കും, ചുറ്റുപാടും എല്ലാവർക്കും ഹിദായത്ത് കിട്ടണേ. ഹിദായത്തിൽ ജീവിക്കുമ്പോൾ കിട്ടുന്ന ഒരു മനസ്സിന്റെ ഒരു ഐശ്വര്യമുണ്ട്, ഒരുപാട് സമാധാനം, സന്തോഷം, സംതൃപ്തി. ഇത് അല്ലാഹുവേ എൻ്റെ കുടുംബത്തിനും ചുറ്റുപാടുമുള്ള എല്ലാവർക്കും കിട്ടണമെന്ന് അതിയായ ആഗ്രഹം ജനിക്കണം. ആ ആഗ്രഹത്തിന്റെ അനന്തര ഫലം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഓരോരുത്തരും തന്നെ ദഅവത്ത് ചെയ്ത് തുടങ്ങും. അതിനർത്ഥം നമ്മൾക്ക് ഇന്നത്തെ ഒരു കുഴപ്പം എന്താ വെച്ചാൽ, ദഅവത്ത് എന്ന് പറയുന്നത് ഒരു സ്റ്റേജിൽ കയറി പ്രസംഗിക്കുക, സംഘടന മെമ്പർഷിപ്പ് എടുക്കുക, ഒന്നുമല്ല സഹോദരന്മാരെ. നമ്മളൊരു കാര്യം, ചെറിയൊരു കാര്യം ഉൾക്കൊണ്ട് കൃത്യമായി 5 നേരം നമസ്കരിച്ചിട്ട് മറ്റുള്ളവരോട് നമ്മൾക്ക് ഉപദേശിക്കാം. ഇനി നമ്മൾക്ക് ഉപദേശിക്കാൻ അറിയില്ലെങ്കിൽ പോലും ഒരായത്ത്
ഒരു ഹദീസ്. ഇന്ന് വാട്സാപ്പ് ഉണ്ടല്ലോ, ഒരുപാട് മീഡിയകൾ ഉണ്ടല്ലോ, ഫേസ്ബുക്ക് ഉണ്ട്, നിങ്ങളെ മെയിലുണ്ട്. ഇതിലൂടെ നിങ്ങൾ മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുത്താൽ മതി. എത്തിച്ചു കൊടുക്കാൻ നമ്മൾ ബാധ്യതയുള്ളൂ. പക്ഷെ ഇത് നമ്മൾ ആത്മാർത്ഥമായിട്ട് ചെയ്യുന്നുണ്ടോ എന്ന് ചിന്തിക്കി സഹോദരന്മാരെ. ഇതുണ്ടാവില്ല. അതുകൊണ്ടാണ് നമുക്കത് തിരിച്ചറിയുന്നില്ല. നമ്മളൊക്കെ ഇങ്ങനെ വിശ്വസിച്ച് സമാധാനിച്ചിരിക്കുക. എനിക്ക് വിശ്വാസമുണ്ട്, ഞാൻ 5 ഇസ്ലാം കാര്യങ്ങളൊക്കെ നമ്മൾ കൃത്യമായി ചെയ്യേണ്ടത്. അത് പോരാ. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 40 വയസ്സ് വരെ എല്ലാവരും ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു. നിങ്ങൾ ചിന്തിക്കണം, ആത്മാർത്ഥമായി ചിന്തിക്കണം. എല്ലാവരും, അബൂജഹലും അബൂലഹബും അബൂ താലിബും, മക്കയിലെ എല്ലാ മനുഷ്യന്മാർക്കും ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സത്യസന്ധനായ അൽ അമീൻ, വിശ്വസ്തനായ, വളരെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിത്വമായിരുന്നു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. ഇനി ആത്മാർത്ഥമായിട്ട് ചിന്തിച്ചു നോക്ക്, എന്തുകൊണ്ട് 41-ാമത്തെ വയസ്സായി തൊട്ടിട്ട് ഒരുപാട് പേര് വെറുത്തത് ഒന്ന് ചിന്തിച്ചു നോക്ക് സഹോദരൻ. എല്ലാവർക്കും അബൂജഹലിനും അബൂലഹബിലേക്ക് എന്തുകൊണ്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വെറുത്ത് തുടങ്ങിയവര്? നബി അവരെ എന്തെങ്കിലും മോഷ്ടിച്ചോ? നബി അവരെ വീട്ടിൽ എന്തെങ്കിലും തട്ടിക്കൊണ്ടുപോയോ? അല്ലെ അവരെ ആരെയും കുത്തിക്കൊന്നോ? ഒന്നുമില്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം 40 വയസ്സ് മുമ്പ് എങ്ങനെയാണോ അതേ പരിശുദ്ധി കാത്ത് സൂക്ഷിച്ച് മുന്നോട്ട് ജീവിച്ചു. ചിലപ്പോൾ നമസ്കാരം, തഹജ്ജുദ് ഒക്കെ തുടങ്ങിയിട്ടുണ്ടാകും. സൂക്ഷ്മത കുറച്ചും കൂടി. എന്താ, 40 വയസ്സിൽ വഹി ഇറങ്ങി. വഹി ഇറങ്ങിയിട്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റുള്ളവരെ ലാ ഇലാഹ ഇല്ലല്ലാഹിലേക്ക് ക്ഷണിച്ചു തുടങ്ങി. അപ്പം ആ ലാ ഇലാഹ ഇല്ലല്ലാഹിലേക്കുള്ള ക്ഷണം തുടങ്ങുമ്പോൾ ഏറ്റവും ആദ്യം കിട്ടാൻ പോകുന്ന എന്താ പറയുക, തൊട്ടടുത്ത ബന്ധുക്കളിൽ നിന്ന്, സമൂഹത്തിൽ നിന്ന് ഒരുപാട് ആക്ഷേപങ്ങൾ കിട്ടും, തെറിവാക്കുകൾ കിട്ടും, പൂച്ചാൻ കിട്ടും, കളിയാക്കൽ കിട്ടും. ആ വ്യക്തിത്വം മാറിയിട്ടില്ല സഹോദരന്മാരെ. നമ്മളൊന്ന് നമ്മളിലേക്ക് തന്നെ ചിന്തിച്ചു നോക്ക്. ഞാൻ യഥാർത്ഥത്തിലുള്ള സത്യവിശ്വാസിയായോ? അള്ളാഹു പറഞ്ഞ നഷ്ടക്കാരിലാണോ ഞാൻ ഇപ്പോഴും ജീവിച്ചു കൊണ്ടിരിക്കുന്നത്? നമ്മളെ പണ്ടും എല്ലാവർക്കും ഇഷ്ടം, ഇപ്പോഴും എല്ലാവർക്കും ഇഷ്ടം ഇതേപോലെ തന്നെ ജീവിക്കുക. ഞാൻ മര്യാദയ്ക്ക് എന്താ പറയാ, നിസ്കാരം നോമ്പൊന്നുമില്ല. അപ്പൊ മറ്റുള്ളവരെ പോലെ തന്നെയാണ് ഞാനും, മറ്റുള്ളവരെ പോലെ തന്നെ പലിശ മേടിച്ച് ജീവിക്കുന്നതിന് വ്യത്യാസമില്ല. സത്യവിശ്വാസം, സത്യനിഷേധം തമ്മിൽ എന്ത് വ്യത്യാസമുണ്ടോ സഹോദരന്മാരെ? ഒരു പേരിലല്ലാതെ നമ്മളും മറ്റുള്ളവരും തമ്മിൽ എന്ത് വ്യത്യാസമുള്ളത്? നമ്മളെ സ്വഭാവത്തിൽ വ്യത്യാസമുണ്ടോ? നമ്മളെ സമയത്തിലെ കൃത്യനിഷ്ഠതയിൽ വ്യത്യാസമുണ്ടോ? നമ്മൾ 5:30 കൃത്യമായിട്ട് പള്ളിയിലേക്ക് എത്തുന്നുണ്ടോ? ഒന്ന് ആത്മാർത്ഥമായിട്ട് ചിന്തിക്കുക. അപ്പൊ നമ്മൾ ഇങ്ങനെ സുഖമായിട്ട് നമ്മളെപ്പോഴും ആൾക്കാർ ഇഷ്ടപ്പെടും. തുടക്കത്തിൽ ഇഷ്ടപ്പെടും, ഇപ്പോഴും ഇഷ്ടപ്പെടും, എപ്പോഴും ഇഷ്ടപ്പെടും. സഹോദരന്മാരെ, ജീവിതത്തിലെ വലിയ ഒരു അനുഭവമാണ് സഹോദരന്മാരെ. 18 വയസ്സ് വരെ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു. ഒരുപാട് അധ്യാപകന്മാർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വിദ്യാർത്ഥിയായിരുന്നു ഞാൻ. ഒരുപാട് ആത്മാർത്ഥയോടെ പഠിച്ച് എല്ലാവരുടെ മുമ്പിൽ ഏറ്റവും ഫസ്റ്റും സെക്കൻഡും റാങ്കൊക്കെ കിട്ടി പഠിച്ചു അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ. ഒരുപാട് കുട്ടികൾക്ക് ഇഷ്ടമുള്ള ഒരു അധ്യാപകനുമാണ്. കുട്ടികൾക്ക് ഒരുപാട് അക്കാഡമിക്കൽ ക്ലാസ്സുകളൊക്കെ ഒരുപാട് എടുത്തു. പക്ഷെ എപ്പോൾ അള്ളാഹുലേക്ക് ക്ഷണം തുടങ്ങിയോ അന്ന് തൊട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നില്ല. ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെടുന്നില്ല. എല്ലാവർക്കും വെറുപ്പ് വന്നു തുടങ്ങി. വളരെ വളരെ ലളിതമായ കാര്യത്തിലേക്ക് മാത്രമേ ക്ഷണിക്കുന്നുള്ളൂ സഹോദരന്മാരെ. നമുക്കൊക്കെ ഒരു സൃഷ്ടാവ് ഉണ്ട് കേട്ടോ. അള്ളാഹുവേ, ഇപ്പോൾ ദൈവം എന്ന് പറയുന്നത് തന്നെ പലർക്കും കേൾക്കുമ്പോൾ തന്നെ ഒരു അലർജിയായി തുടങ്ങി, വെറുപ്പായി തുടങ്ങി. ഇവരെന്താണ് ദൈവത്തിനെ പറ്റി എപ്പോഴും പറയുന്നത്? സഹോദരന്മാരെ, ഞാൻ ഓരോരുത്തരും മരിക്കുന്ന നിമിഷം ഉണ്ടല്ലോ, ചിലപ്പോൾ മരിക്കുന്ന കിടക്കയില് ചിലപ്പോൾ വെന്റിലേറ്ററിലായിരിക്കും, ചിലപ്പോൾ റോട്ടിലായിരിക്കും, എവിടെയാണോ അള്ളാഹു ആയാലും. അള്ളാഹു ഏറ്റവും നല്ല മരണം നല്ല സ്ഥലത്ത് വെച്ച് ഈമാനോടെ മരിക്കാനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. അപ്പൊ മരിക്കുന്ന സമയം എല്ലാവർക്കും ബോധ്യപ്പെടും സഹോദരന്മാരെ. അള്ളാഹുവേ, എന്റെ ജീവിതം എന്റെ കയ്യിലായിരുന്നില്ലല്ലോ, ഞാൻ വിചാരിച്ച പോലെ ഒന്നും നടന്നില്ലല്ലോ, ഇതിനൊക്കെ മുകളിൽ ഒരുത്തന്റെ കൺട്രോൾ ഉണ്ടല്ലോ. അത് ഫിറഔന് മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പം മരണത്തിന് സമയത്ത് മനസ്സിലാക്കല്ലേ, ഇന്ന് തന്നെ മനസ്സിലാക്കണം എന്ന് വിനീതമായ അഭ്യർത്ഥനയുള്ളൂ. നമുക്കൊരു സൃഷ്ടാവുണ്ട്, അത് സൃഷ്ടാവ് ഏകനാണ്. ഇതിലെവിടെ സഹോദരന്മാര് വർഗീയത ഉള്ളത്? നമ്മളെല്ലാവരും സഹോദരിമാരാണ്. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സന്താന പരമ്പരയിൽ നിന്നാണ് നമ്മളെല്ലാവരും. ഇതിൽ രാമനും ജോസഫും മുഹമ്മദും എല്ലാം സഹോദരന്മാരാണ്. ഇതിൽ എവിടെയാണ് വർഗീയത ഉള്ളത്?
എല്ലാവർക്കും നല്ലത് വരണേ ഗുണകാംക്ഷയോടെ മാത്രമേ സംസാരിക്കുന്നുള്ളൂ. അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ അള്ളാഹു കൃത്യമായിട്ട് വരച്ച് കാണിച്ചു തന്ന ഖുർആനും സുന്നത്തിലൂടെ പ്രവാചകന്റെ ചര്യയിലോട്ട് ഇങ്ങനെ ജീവിച്ചാൽ നിങ്ങൾക്ക് ഇഹലോകത്ത് ഒരുപാട് സമാധാനം ഉണ്ടാവും. പോരാ, നാളെ പരലോകത്ത് ഒരുപാട് സ്വർഗീയമായ അനുഭൂതി ഉണ്ടാവും. അപ്പൊ എനിക്ക് സമാധാനം ഉണ്ടാവണം, നിങ്ങൾ ഓരോരുത്തർക്കും സമാധാനം ഉണ്ടാവണം. എനിക്ക് സ്വർഗം കിട്ടണം, നിങ്ങൾക്കും സ്വർഗം കിട്ടണം. ഇതിലെവിടെയാണ് സഹോദരന്മാരെ വർഗീയത ഉള്ളത്? ഗുണകാംക്ഷ മാത്രമേ ഉള്ളൂ. പക്ഷെ ഇത് കേൾക്കാൻ ആർക്കും താല്പര്യമില്ല സഹോദരന്മാരെ. ഞാനത് വെറുതെ പറയില്ല. നിങ്ങൾ തന്നെ ഒന്ന് പരിശ്രമിച്ചു നോക്ക്. നിങ്ങൾ നിങ്ങളുടെ ചുറ്റുപാടും കുടുംബാംഗങ്ങളുടെ വാട്സാപ്പ് ഗ്രൂപ്പ്, ഫാമിലി ഗ്രൂപ്പ്, ഫ്രണ്ട്സ് ഉണ്ടല്ലോ, നിങ്ങളൊന്നും പ്രസംഗിക്കേണ്ട ഒരു ആവശ്യമില്ല. മറിച്ച് നല്ല നല്ല മെസ്സേജുകൾ, പോസ്റ്റുകൾ, ഒരു ആയത്തുകൾ, ഹദീസുകൾ, ഇതൊന്ന് വെറുതെ ഷെയർ ചെയ്ത് നോക്ക്. അത് 2-3 ഷെയർ ചെയ്യുമ്പോൾ ഇവൻ തുടങ്ങിയോ, ഇവൻ എന്തോ ഒരു തീവ്രത വന്ന് തുടങ്ങിയോ, മത തീവ്രവാദി ആവുന്നുണ്ടോ? അസ്തഗ്ഫിറുല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. സഹോദരന്മാരെ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു കാര്യമുണ്ട്, 2 കാര്യങ്ങൾ. ഇത് ഓർത്തിട്ട് നമ്മൾ നമ്മളിലേക്ക് ചിന്തിക്കുക. ഒരു കാലഘട്ടത്തിൽ വരും മുസ്ലിങ്ങൾക്ക്, യഥാർത്ഥ വിശ്വാസികൾക്ക് ആ കാലഘട്ടത്തിൽ ജീവിക്കുക എന്ന് പറയുന്നത് ഒരു തീക്കനൽ കയ്യിൽ വെച്ച് ജീവിക്കുന്ന പോലെ. ഒരു തീന്റെ കഷ്ണം ഉണ്ടല്ലോ, അത് കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ വീർപ്പ് മുട്ടിയിട്ട് വളരെ ഒരുപാട് പരീക്ഷണത്തിന് നടുവിലോട്ട് നടക്കുന്ന, സിറാത്ത് പാലത്തിലോട്ട് ഇങ്ങനെ നടക്കുന്ന പോലെ, താഴത്ത് മുഴുവനും അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ തീ പോലെയാണ്. രണ്ടാമത്തത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസ് ഉണ്ട്. ഒരു കാലഘട്ടത്തിൽ സത്യവിശ്വാസികൾക്ക് ഭൂമി പറയുന്നത് ഇത് ഒരു ജയിൽ ജീവിതമായിട്ട് മാറും. സത്യനിഷേധികൾക്ക്, അവിശ്വാസികൾക്കാവട്ടെ ഇതൊരു സ്വർഗമായിട്ട് മാറും. നാളെ പരലോകത്ത് നേരെ തിരിച്ചായിരിക്കും സഹോദരന്മാരെ. നമ്മളിലേക്ക് തന്നെ ചിന്തിച്ചു നോക്ക്. നമുക്ക് ഇതേപോലെ തോന്നിയിട്ടുണ്ടോ നമ്മളെ ജീവിതത്തിൽ? നമുക്കൊരു ജയിൽ ജീവിതം പോലെ തോന്നിയിട്ടുണ്ടോ? ഒരു തീക്കനൽ നമ്മുടെ കയ്യിൽ വെച്ചിട്ട് ജീവിക്കുന്ന പോലെ തോന്നിയിട്ട്? ഒന്നും തോന്നിയില്ലല്ലോ. നമ്മളും മറ്റുള്ളവരും ഒരേപോലെ സഹോദരന്മാർ, ഒരു ബുദ്ധിമുട്ടുമില്ല. നമ്മളും രാവിലെ കിടന്നുറങ്ങുന്ന 8 മണിക്ക് എഴുന്നേക്കുന്നു, മറ്റുള്ളവരും 8 മണിക്ക് എഴുന്നേക്കുന്നു, ഒരു കുഴപ്പമില്ല. നമ്മളും സുഖമായിട്ട് പലിശയിലും എല്ലാത്തിലും സുഖമായി ജീവിക്കുന്നു, മറ്റുള്ളവർ സുഖമായിട്ട് ജീവിക്കുന്നു. മറ്റുള്ളവർ ഒരുപാട് കള്ള് കുടിക്കുന്നു, നമ്മളും കുറച്ച് പേരൊക്കെ കള്ള് കുടിക്കുന്നു. അവർ സിനിമാ തിയേറ്ററിൽ 8-9 മണിക്ക് സെക്കൻഡ് ഷോന് പോകുന്നു, നമ്മളും സെക്കൻഡ് ഷോന് പോകുന്നു. നമ്മൾ വീട്ടിലിരുന്ന് പോർണോഗ്രാഫി കാണുന്നു, അവരും പോർണോഗ്രാഫി കാണുന്നു. അപ്പൊ എന്താണ് വ്യത്യാസം? നമ്മുടെ സ്വഭാവത്തിലും ഒരു വ്യത്യാസമില്ല, അവരും നമ്മൾ ഒരേപോലെയാണ്. അപ്പൊ നമുക്കൊരു ജയിൽ ജീവിതമായിട്ട് തോന്നേ ചെയ്യില്ല സഹോദരന്മാരെ, തോന്നേ ചെയ്യില്ല. നേരെ മറിച്ച് ഒന്ന് താടി വെച്ചോക്ക് സഹോദരന്മാരെ. ഇത് ഞാൻ പണ്ട് ചെറുപ്പത്തിലൊക്കെ ക്ലീൻ ഷേവ്ഡായിരുന്നു. പക്ഷെ താടി വെച്ച് തുടങ്ങിയപ്പോൾ ഏറ്റവും ആദ്യം കുറ്റം പറയാൻ, ഏറ്റവും ആദ്യം വിമർശിക്കാൻ അറിയാം മുസ്ലിം സമുദായത്തിലെ ആൾക്കാരാ. നമ്മുടെ ഏറ്റവും വലിയ ശത്രു പറഞ്ഞ മുസ്ലിം സമുദായത്തിലെ ദീൻ ഉൾക്കൊണ്ട് ജീവിക്കാത്തതും ജീവിക്കാൻ താല്പര്യപ്പെടാത്തത് ആൾക്കാർ, കുറച്ച് മുസ്ലിം നാമധാരികളുണ്ട്. ഇവരാണ് ഏറ്റവും വലിയ ശത്രുക്കൾ. അവർക്കിത് പിടിക്കൂല. എന്തിനാണ് ഈ താടി വെച്ച് ജീവിക്കുന്നത്, അല്ലെങ്കിൽ എന്തിനാണ് നരിയാണ്ട് മുകളിലേക്ക് ഒരു പാൻറ്റൊക്കെ ധരിച്ച് ജീവിക്കുന്നത്? ഇത് എന്ന് വെച്ചാൽ അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല. അവര് വലിയ ഹിക്മത്താണ്, അവര് വലിയ ബുദ്ധി ഉപയോഗിച്ചിട്ട് ഹിക്മത്തോടെ ഇന്നത്തെ കാലഘട്ടത്തിൽ ക്ലീൻ ഷേവായി നടന്നാലാണ് സമൂഹത്തിന്റെ മധ്യയൊക്കെ നമുക്ക് അവരെ കൂടെ ഒരുമിച്ച് ജീവിക്കാൻ പറ്റുള്ളൂ. അസ്തഗ്ഫിറുല്ലാഹ്. അല്ലാഹു ഒരുപാട് ആത്മാർത്ഥത്തോടെ പ്രാർത്ഥിക്കുകയാണ്. അല്ലാഹുവേ, താടി വെച്ച മുസ്ലിം സമുദായത്തിന് ഒരുപാട് ദർജകൾ നാളെ പരലോകത്ത് കൊടുക്കണേ. അതേപോലെ തന്നെ ഹിജാബ് ധരിക്കുന്ന, മഫ്ത ധരിക്കുന്ന സഹോദരിമാർ, അല്ലാഹുവേ അവർക്കൊക്കെ വലിയ വലിയ ഹൈറും ബർക്കത്തും ഇഹലോകത്തും നാളെ പരലോകത്തും വലിയ ദർജകൾ നൽകി അനുഗ്രഹിക്കണം. ഇതൊന്നും ഇല്ലാത്തവർക്കല്ല എത്രയും പെട്ടെന്ന് ഹിദായത്ത് ഇട്ടുകൊടുത്ത് അവരുടെ ഹൃദയത്തിലേക്ക് മാറ്റം ഉണ്ടാക്കണേ. ഇതെന്തുകൊണ്ടാണ് സഹോദരന്മാരെ? നമ്മുടെ മീഡിയ എന്ന് പറയുന്നത് ഇതിനൊക്കെ ഒരു തീവ്രവാദത്തിന്റെ ലക്ഷണമായിട്ട് എല്ലാവരുടെ ഹൃദയത്തിലേക്ക് കുത്തിക്കേറ്റി. രവീന്ദ്രനാഥ് ടാഗോറിന് താടിയുണ്ടേനു, ഒരുപാട് സന്യാസിമാർക്കുണ്ടേനു, പ്രധാനമന്ത്രിക്കുണ്ട്, ഫിനാൻസ് മിനിസ്റ്ററുണ്ട്, ഒരുപാട് വ്യക്തിത്വങ്ങൾക്ക് താടിയുണ്ട്. അവരുടെ താടിയൊന്നും തീവ്രവാദത്തിന്റെ താടിയായിട്ട് ആരും ചിത്രീകരിക്കാറില്ല. മദർ തെരേസ ഹിജാബിലായിരുന്നു. എന്നൊരു മുസ്ലിം സത്യവിശ്വാസി ഹിജാബ് ധരിക്കുമ്പോൾ അത് വലിയ തീവ്രവാദത്തിന്റെ ലക്ഷണമായത് ഹൃദയത്തിലെ മാലിന്യം കൊണ്ടാ, അവരുടെ കുഴപ്പം കൊണ്ടാ, നമ്മുടെ കുഴപ്പമില്ല. അതുകൊണ്ട് നമ്മൾ അവർക്ക് വേണ്ടി മാറുകയാണോ ചെയ്യേണ്ടത്? ഒന്ന് ആത്മാർത്ഥമായിട്ട് ചിന്തിക്കുക സഹോദരന്മാർ. എനിക്കറിയാം, എൻ്റെ മുന്നിൽ തന്നെ ഒരു സഹോദരന് ഒരു താടി, കുറച്ച് നീണ്ട താടി, മാഷാ അല്ലാ. ആ താടി പിടിച്ചിട്ട് ഒരു വേറെ മനുഷ്യൻ കളിയാക്കുക, ഇത് തീവ്രവാദികളുടെ താടിയാണോ എന്ന്. എൻ്റെ അടുത്ത് ഒരുപാട് നമ്മളെ സ്റ്റുഡൻസും കുട്ടികളൊക്കെ ഇങ്ങനെ പറയും, സാറേ താടി വെക്കുമ്പോഴത്തേക്കും എല്ലാവരും കളിയാക്കും. ഞാൻ പറഞ്ഞ മക്കളെ, നിങ്ങൾ ഒന്നും പ്രതികരിക്കരുത്, നിങ്ങൾ ദേഷ്യം പിടിക്കരുത്, നിങ്ങൾ അങ്ങേയറ്റം വിനയാന്വിതനാവണം, നിങ്ങൾ ക്ഷമിക്കുക. യാസർ അലൈഹി സ്വലാത്തു വസ്സലാം, യാസർ റളിയല്ലാഹു അൻഹു ക്ഷമിച്ചിട്ടുണ്ട്. അഹദ് പറഞ്ഞ് സുമയ്യ റളിയല്ലാഹു അൻഹ ക്ഷമിച്ചിട്ടുണ്ട്. ഇന്ന് നമ്മളൊക്കെ ജീവിക്കുന്ന അതേ കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ പോകുന്നത്. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ക്ഷമിക്കുക. നിങ്ങൾ ഒരിക്കലും തളരരുത്. നിങ്ങൾ അതിനു വേണ്ടി ക്ലീൻ ഷേവായിട്ട് നടക്കുകയല്ല.
ഒന്ന് ആത്മാർത്ഥമായി ചിന്തിക്കുക സഹോദരന്മാരെ. ഇനിയിപ്പോ 5:30 പള്ളിയിൽ പോയി തുടങ്ങിയാലോ, ഇവനെന്താ വളരെ തീവ്രത വന്നോ? രാവിലെ ഭാര്യയും മക്കളൊക്കെ ഒരുമിച്ച് പള്ളിയിൽ പോയി തുടങ്ങിയോക്കു സഹോദരന്മാരെ, നിങ്ങളെന്തോ തീവ്രത വന്ന് തുടങ്ങിയോ? ആലോചിക്കുക സഹോദരൻ. ഇതൊക്കെ നേരിട്ട് കൊണ്ടിരിക്കുന്നതുകൊണ്ട് പറയാണ്, ഇന്ന് വലിയ വലിയ ഫിത്നയിലൂടെ സഹോദരന്മാർ ഒരു ഭാഗത്ത് നമ്മൾ ദാവത്ത് ചെയ്തു തുടങ്ങുമ്പോൾ പിശാച് തളർത്തിയിടാൻ ശ്രമിക്കും. നിനക്ക് വേറെ പണിയില്ല, നീ ഇങ്ങനെ ദിവസം വിളിച്ചിട്ട് ആര് കേൾക്കാൻ, ആര് മാറാനാണ്? ദുനിയാവ് എല്ലാവർക്കും അറിയാം നിസ്കരിക്കണം എന്നുള്ളത്, ഇതൊക്കെ എല്ലാവർക്കും അറിയുന്നത് എന്തിനാ പറയുന്നത്? പിശാച് ഒരു ഭാഗത്ത്. പക്ഷെ പിശാചിന്റെ ഷറിൽ നിന്ന് നമുക്ക് വിട്ടു നിൽക്കാൻ എളുപ്പമാണ്. ഔദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം. രാവിലത്തെ തഹജ്ജുദ് നിസ്കരിച്ച് ഫജ്ർ നിസ്കരിക്കുക, 5 ജമാഅത്ത് നിസ്കരിച്ച പിശാചിന്റെ ഷറിൽ നിന്ന് ഒഴിവായി കിട്ടും എളുപ്പത്തിൽ. പക്ഷേ മനുഷ്യ പിശാചുകൾ ഒരുപാടുണ്ട് സഹോദരന്മാരെ ചുറ്റുപാടും. ഈ മനുഷ്യ പിശാചുകൾ ഇങ്ങനെ ട്രാപ്പിലാക്കാൻ നിൽക്കും. അതിനെ സഹായിക്കുന്നത് മുസ്ലിം നാമധാരികളായ ആൾക്കാർ തന്നെയാണ്. അവർ തന്നെയാണ് യഥാർത്ഥത്തിൽ മുസ്ലിങ്ങൾ ഒറ്റുകൊടുക്കുന്നത്. അവരുടെ ഒരുപാട് അഭിപ്രായം എന്താ, അവർക്ക് നിസ്കരിക്കാൻ പറ്റൂല, അവർക്ക് പലിശ ഒഴിവാക്കാൻ പറ്റൂല, അവർക്ക് ദൂർത്തൻ കല്യാണം ഒഴിവാക്കാൻ പറ്റില്ല, അവർക്ക് ഹിജാബ് ധരിക്കാൻ പറ്റില്ല. എന്നിട്ട് ഇതൊക്കെ ചെയ്യുന്ന ആൾക്കാർ മത തീവ്രത ഉൾക്കൊള്ളുന്നു. സഹോദരന്മാരെ, അള്ളാഹുവിന്റെ ഖുർആൻ സത്യമാണോ? നീതിമാനായ ഒരു റബ്ബ് നമുക്കുണ്ടോ? നാളെ പരലോകത്ത് കൃത്യമായിട്ട് തിരിച്ചറിയും. 5 നേരം നമസ്കരിക്കുന്ന ഒരു സത്യവിശ്വാസിയും 5 നേരം നമസ്കരിക്കാത്ത വ്യക്തിയും ഒരേപോലെയല്ല നാളെ കാണാൻ പോകുന്നത്. നല്ല താടി വെച്ച് ഹിജാബ് ധരിക്കുന്ന മുസ്ലിങ്ങളും ഒന്നും ചെയ്യാത്തവർ, ഇത് രണ്ടും ഒരേപോലെ എല്ലാ സഹോദരന്മാരെ നാളെ നിങ്ങൾ തിരിച്ചറിയും സഹോദരന്മാരെ. ദയവ് ചെയ്ത് നമ്മൾ ആത്മാർത്ഥമായിട്ട് നമ്മളെ പറ്റി ചിന്തിക്കുക. അപ്പോൾ ഇന്ന് ഏറ്റവും കൂടുതൽ നമ്മൾ ഓരോരുത്തരും ഒന്ന് പിശാചിനെ ശരണിൽ നിന്ന് അള്ളാഹുൽ ശരണം തേടണം. പോരാ, മനുഷ്യ പിശാചുകളൊക്കെ ട്രാപ്പിലാക്കാൻ നോക്കും. നല്ല നല്ല മുസ്ലിങ്ങൾ ദാവത്ത് ചെയ്യുന്ന വിശ്വാസികൾ ഇവരെ ട്രാപ്പിലാക്കാൻ നോക്കും. ഒന്ന് സാമ്പത്തിക ഇടപാടിലായിരിക്കും, അത് നമുക്ക് എളുപ്പമാണ്. നമ്മൾ ശുദ്ധ സമ്പത്ത് മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ. പ്യുവർ വൈറ്റ് മണി ആവണം. ഇൻകം ടാക്സ് വന്നോട്ടെ, റെയ്ഡ് ചെയ്തോട്ടെ, വിജിലൻസ് വന്നോട്ടെ, എൻ്റെ വീട് ശ്രദ്ധാക്കി സീസ് ചെയ്തോട്ടെ, ബാങ്ക് അക്കൗണ്ട് സീസ് ചെയ്തോട്ടെ, ലോക്കർ നോക്കിക്കോട്ടെ, ഒരു കുഴപ്പമില്ല. അപ്പൊ അതിൽ പിടികൂടാൻ പറ്റില്ല. രണ്ടാമത്തെ, സ്ത്രീ വിഷയത്തിൽ എപ്പോഴെങ്കിലും ട്രാപ്പിലാവാൻ സാധ്യതയുണ്ട്. യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമെ ട്രാപ്പിലായിട്ടുണ്ട്. ആയിഷ റളിയല്ലാഹു പറ്റി അപവാദ പ്രചരണം നടന്നിട്ടുണ്ട്. നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം. സ്ത്രീകളോട് മാന്യമായിട്ട് പെരുമാറാൻ പാടുള്ളൂ. ഒറ്റക്കൊരു റൂമിൽ ഉണ്ടാവരുത്, അനാവശ്യമായ ചാറ്റ് ഉണ്ടാവരുത്. അതിലും നമ്മളെ ട്രാപ്പ് ചെയ്യാൻ പറ്റില്ല. പിന്നെ എങ്ങനെയാണ് ട്രാപ്പിലേക്കാൻ പോകുന്നത്? ഇവൻ മത തീവ്രവാദിയാണ്, മത മൗലികവാദിയാണെന്നുള്ള പേരിലാണ് സഹോദരന്മാര്. അപ്പൊ നമ്മുടെ വാക്കുകളൊക്കെ ശ്രദ്ധിക്കണം, നമ്മുടെ പെരുമാറ്റ രീതിയിൽ ശ്രദ്ധിക്കണം. എല്ലാവരോടും സ്നേഹം ബഹുമാനം ഉണ്ടാവണം, എല്ലാവർക്കും ഗുണകാംക്ഷ ഉണ്ടാവണം. നമുക്ക് അങ്ങനെ തന്നെ ഉള്ളൂ സഹോദരന്മാരെ. പലപ്പോഴും വിഷമം തോന്നാറുണ്ട്. നിഷ്കളങ്കമായ നീയത്തോടെ എത്ര പ്രവർത്തിച്ചാൽ പോലും ആൾക്കാർ അവരുടെ മലിനമായ ഹൃദയത്തോടെ നമ്മളെ നോക്കി കാണുമ്പോൾ എല്ലാം മഞ്ഞപ്പിത്തമുള്ള കണ്ണിലോട് നോക്കുന്നതെല്ലാം മഞ്ഞയായിട്ട് തോന്നിത്തുടങ്ങും സഹോദരന്മാരെ. അത് നമ്മുടെ ഹൃദയത്തിന്റെ കുഴപ്പമല്ല, ശത്രുക്കളുടെ മലിനമായ മീഡിയയിൽ നിന്ന് കുത്തിക്കേറ്റ് വിഷത്തിന്റെ ഹൃദയ നിമിത്തമാണ്. അല്ലാഹുവേ പലപ്പോഴും തോന്നിപ്പോ, അല്ലാഹുവേ നമ്മുടെ ഹൃദയം ഒന്ന് തുറന്ന് കാണിച്ചു കൊടുക്കാൻ പറ്റുമോ? അല്ലാഹുവേ ദുനിയാവിലൊന്ന് ഹൃദയം പൊട്ടി കീറിയിട്ടിതാ, നിങ്ങൾക്കും നല്ലത് വരണേ, നിങ്ങൾക്കും സ്വർഗം കിട്ടണേ, നിങ്ങൾക്കും സമാധാനം ഉണ്ടാവണേ എന്നൊരൊറ്റ ആഗ്രഹേ ഉള്ളൂ. അല്ലാഹുവാണ് സത്യം. ഇതൊന്ന് ഹൃദയം തുറന്നിട്ട് മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റുന്നില്ലല്ലോ അല്ലാഹുവേ. നാളെ പരലോകത്ത് എത്തിയാൽ മാത്രമല്ലേ റബ്ബേ ഇത് തിരിച്ചറിയുള്ളൂ അല്ലാഹുവേ. സഹോദരന്മാരെ, നല്ലോണം ഓർക്കുക. ഒന്ന് നല്ല വിശ്വാസം ഉൾക്കൊണ്ട് ജീവിക്കുക, നിഷ്കളങ്കമായിട്ട് ആത്മാർത്ഥമായിട്ട് സൽക്കർമ്മം ചെയ്തുകൊണ്ടേയിരിക്കുക, മറ്റെല്ലാവർക്കും ഇതിന്റെ സന്ദേശം എത്തിച്ചു കൊടുക്കുക. നമുക്ക് ഒറ്റ ദൈവമേ ഉള്ളൂ, അള്ളാഹു സമർപ്പിക്കുന്ന ഒരു ജീവിതമാണ്, അതാണ് ഇസ്ലാം. അതിലൂടെ എനിക്ക് നിങ്ങൾക്കും ദുനിയാവിൽ എല്ലാവർക്കും സമാധാനം ഉണ്ടാവും. പോരാ, നാളെ പരലോകത്ത് നമുക്ക് എല്ലാവർക്കും സ്വർഗം കിട്ടും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരുടെയും ദഅവത്തിൽ ഒരുപാട് ഖൈറും ബർക്കത്തും ഇട്ട് തരട്ടെ. എല്ലാറ്റിന്റെ ഷർറ് തൊട്ട് കാത്ത് രക്ഷിക്കട്ടെ. പിശാചിന്റെ ഷർറ്, സ്വന്തം നഫ്സിന്റെ ഷർറ് പോരാ, സമൂഹത്തിന്റെ മീഡിയയുടെ ഷർറ്, ശത്രുക്കളുടെ ഷർറ്, എല്ലാറ്റിന്റെ ഷർറ് തൊട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ഓരോരുത്തരെയും കാത്ത് രക്ഷിക്കട്ടെ. ഇസ്സത്തോടെ ജീവിച്ച് ഇസ്സത്തോടെ മരണപ്പെട്ട് നാളെ പരലോകത്ത് എല്ലാവരുടെ മുമ്പിൽ ഇസ്സത്തോടെ ജന്നാത്തുൽ ഫിർദൗസിൽ നമുക്ക് എല്ലാവർക്കും കുടുംബസമേതം ഒരുമിച്ച് കൂടാനുള്ള വലിയ തൗഫീഖ് അല്ലാഹു നമ്മൾ ഓരോരുത്തർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.